യേശു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയിലെ ക്രിസ്തുവിലെ ഇസ്രായേൽ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തു യാദൃച്ഛികമായി ചരിത്രത്തിലേക്ക് വന്ന വ്യക്തിയല്ല. ഇസ്രായേൽ നടന്ന അതേ പാതയിലൂടെ യേശു നടന്നു. എന്നാൽ ഇസ്രായേൽ പരാജയപ്പെട്ടിടത്ത് യേശു എന്ന മിശിഹ വിജയിച്ചു. മിസ്രയീം മുതൽ 40 വർഷം മരുഭൂമിയിൽ കൂടിയുള്ള പലായനം വരെ, പഴയ നിയമ ഉടമ്പടി മുതൽ കാൽവരിയിലെ പുതിയ നിയമ ഉടമ്പടി വരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തെ യേശു പുനരുജ്ജീവിപ്പിക്കുകയും അവ പൂർണ്ണമായി നിറവേറ്റുകയും ചെയ്തു. നമുക്കറിയാം, ഇസ്രായേൽ എന്ന നാമം ലഭിച്ച ആദ്യ വ്യക്തി യാക്കോബായിരുന്നു. ഉൽപ്പത്തി 32 അധ്യായം 27 വായിക്കാം. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രം യാക്കോബിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇതിനുശേഷം ഇസ്രായേൽ എന്ന നാമവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും ക്രിസ്തുവിൽ നിറവേറുന്നു എന്നാണ്. അതുതന്നെയാണ് നാം ഈ എപ്പിസോഡുകളിലൂടെ പരിശോധിക്കുന്നത്. പഴയ നിയമകാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ യേശുവിൽ നിവൃത്തിയാകേണ്ടവയായിരുന്ന നിഴലുകളായിരുന്നു. അതിനാൽ നമുക്ക് പഴയ നിയമത്തിലെ ഒരു വചനം വായിച്ചു തുടങ്ങാം. ഹോശേയ 11:1. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈ വചനം പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെക്കുറിച്ചാണ്. കാരണം ഇസ്രായേൽ ജനം സത്യദൈവത്തെ തള്ളിക്കളഞ്ഞ് വ്യാജദൈവങ്ങൾക്ക് പുറകെ പോയി എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നതിനാൽ ഈ വചനം ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പിതാവ് തൻ്റെ മകനെ കരുതുന്നതുപോലെ ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ച കാര്യമാണ് അക്ഷരീയമായി സൂചിപ്പിക്കുന്നതെങ്കിലും ഇതേ വാക്യം യേശു ശിശുവായിരിക്കുമ്പോൾ ഹെരോദാവിന്റെ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ മിസ്രയീമിലേക്ക് അയച്ച ശേഷം അവിടെ നിന്നും തിരികെ വിളിച്ചുകൊണ്ടുവന്നതിനെ വിവരിക്കുവാൻ മത്തായി ഇതേ വചനം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. മത്തായി 2:15. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇവിടെ ഇസ്രായേൽ എന്ന നാമം ഒരേ സമയം ഇസ്രായേൽ ജനതയ്ക്കും യേശുവിനും ബാധകമായിരിക്കുന്നു. ഒരേ പ്രവചനം രണ്ടുപേരിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നിവൃത്തിയാകുന്നു. ഒന്ന് ഉടനടിയുള്ളതും മറ്റൊന്ന് ഭാവിയിൽ നിറവേറുന്നതുമായിരിക്കും. വേദപുസ്തകത്തിലെ ചില പ്രവചനങ്ങൾക്ക് ഈ സ്വഭാവം ഉള്ളതാണ്. ഇതിനെ ദൈവശാസ്ത്രപരമായി ഇരട്ട പ്രവചനമെന്നും ഇരട്ട പൂർത്തീകരണമെന്നും കണക്കാക്കുന്നു. ഇവിടെ ഇസ്രായേൽ എന്ന ജനതയെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഇസ്രായേലായ യേശുവിനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടും ജനതയോടുമുള്ള പ്രവചനം മിശിഹായിൽ പൂർത്തീകരിക്കപ്പെടുന്നു. പുറപ്പാട് പുസ്തകത്തിലെ പെസഹ കുഞ്ഞാട് യേശുവായിരുന്നതുപോലെ, മോശ വെള്ളത്തിനായി വടികൊണ്ടടിച്ച പാറ ക്രിസ്തുവായിരുന്നതുപോലെ, ശബത്ത് യേശുവിൽ ലഭിക്കുന്ന സ്വസ്ഥത പോലെ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം ക്രിസ്തുവിലായിരുന്നു. ഇതാണ് യേശു പറഞ്ഞതും, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ഇവിടെ നാം ഇസ്രായേലിന് നൽകപ്പെട്ട ചുരുക്കം ചില പ്രവചനങ്ങളും ആ രാഷ്ട്രം കടന്നുപോയ ചില സംഭവങ്ങളും എങ്ങനെ മിശിഹായിൽ നിവൃത്തിയായി എന്ന് നോക്കാം. യേശു തന്റെ സ്നാനത്തിനു ശേഷം മരുഭൂമിയിൽ 40 ദിവസം ചിലവഴിച്ചതായി നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് 40 ദിവസം? എന്തുകൊണ്ട് 10-20 ദിവസമായില്ല? വേദപുസ്തകത്തിൽ 40 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ 40മായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കൂടി നമുക്ക് നോക്കാം. ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്തേക്കുള്ള ഇസ്രായേല്യരുടെ യാത്രയിൽ മോശ 12 ഗോത്രങ്ങളിൽ നിന്ന് ഒരാളെ വീതം തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയക്കുന്നതായി നാം വായിക്കുന്നു. സംഖ്യാപുസ്തകം 13 അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 25-26 വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്,
ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയയ്ക്ക. അതത് ഗോത്രത്തിൽ നിന്നും ഓരോ ആളെ അയക്കണം. അങ്ങനെ മോശെ യഹോവയുടെ കൽപ്പനപ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാർ ഒക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. 25ഉം 26ഉം വായിക്കാം. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞു മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹ്റോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്നു അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. അങ്ങനെ മടങ്ങി വന്നവർ ഇസ്രായേൽ മക്കളോട് തങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ പറയുവാൻ ആരംഭിച്ചു. കനാൻ ദേശം അതിവിശിഷ്ടമായ ഭൂപ്രദേശമാണെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിച്ചു. എന്നാൽ അവിടത്തെ ജനമൊക്കെയും അതികായന്മാരും മല്ലന്മാരുമാണെന്നും അവരുടെ മുന്നിൽ ഞങ്ങൾ വെട്ടുക്കിളിയെപ്പോലെ തോന്നിയെന്ന് അവർ വെളിപ്പെടുത്തി. എന്നാൽ മറ്റു ചാരന്മാരിൽ നിന്നും വ്യത്യസ്ത മനോഭാവമായിരുന്നു കാലേബിനും യോശുവയ്ക്കും ഉണ്ടായിരുന്നത്. കനാൻ ദേശം കൈവശമാക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് കൂടെ വന്നവർ പരാതിപ്പെട്ടപ്പോൾ ദൈവം നമ്മോട് പ്രസാദിച്ചാൽ ആ ദേശത്തെ സ്വന്തമാക്കാമെന്ന് കാലേബും യോശുവയും വാദിച്ചു. ഇവർ രണ്ടുപേർ മാത്രമാണ് ദൈവപക്ഷത്ത് ഉറച്ചു നിന്നത്. എന്നാൽ ജനം ചെവി കൊടുത്തത് സ്വാഭാവികമായും ഭൂരിപക്ഷം പേരുടെ വാക്കുകൾക്കായിരുന്നു. ഇന്നും ദൈവവചനത്തേക്കാൾ ഭൂരിപക്ഷത്തിന്റെ പിടിവാശിക്കാണ് അംഗീകാരം ലഭിക്കുന്നതും. കൂടെ ഉള്ളവർ പറഞ്ഞ അവിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനം ഭയപ്പെട്ട് രാത്രി മുഴുവനും കരഞ്ഞു നിലവിളിച്ചു. സംഖ്യാപുസ്തകം 14:1. അപ്പോൾ സഭ ഒക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ബലവാന്മാരെ കണ്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം അവർ സ്വയം ഭയപ്പെടുകയും മറ്റുള്ളവരെ കൂടി ഭയപ്പെടുത്തുകയും ചെയ്തു. ഈ ഭയം അവരെ മത്സരത്തിലേക്ക് നയിക്കുകയും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുക്കുകയും അവരെ കല്ലെറിയാൻ വരെ തീരുമാനിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കോപിഷ്ഠനായ ദൈവം നേരിട്ടിടപെട്ടതും ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസം ഒരു വർഷത്തിനു തുല്യമായി 40 വർഷം മരുഭൂമിയിൽ ഇടയരായി അവരെ സഞ്ചരിപ്പിച്ചതും. സംഖ്യാപുസ്തകം 14:33 വായിക്കാം. ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. എന്നാൽ ദൈവത്തെ മാനിച്ചവരായ കാലേബും യോശുവയും ദൈവത്താൽ മാനിതരായി കനാനിൽ പ്രവേശിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 34:5 വായിക്കാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ സംഭവം യേശുവിൽ എങ്ങനെ നിവൃത്തിയായി എന്ന് നോക്കാം. മത്തായി 4:1 വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആദ്യജാതനായ ഇസ്രായേലിനെ 40 വർഷം മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഏകജാതനായ യേശുവിനെ 40 ദിവസം മരുഭൂമിയിലേക്ക് നടത്തുന്നു. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കേണം. തന്നിൽ ആശ്രയിക്കുവാൻ ഇസ്രായേലിനെ പരിശീലിപ്പിക്കുവാൻ ദൈവം തന്റെ ആദ്യജാതനായ ഇസ്രായേലിനെ അയച്ചു. അവർ പരാജയപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ ഏകജാതനായ യേശു 40 ദിവസം മരുഭൂമിയിൽ പ്രവേശിച്ചു, വിജയിച്ചു. ഇസ്രായേൽ എന്ന രാഷ്ട്രം പരാജയപ്പെട്ടിടത്ത് ഇസ്രായേൽ എന്ന മിശിഹ വിജയിച്ചു. മറ്റൊരു സംഭവം നോക്കാം. പുറപ്പാട് പുസ്തകം 34:28. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടുകൂടെ ആയിരുന്നു. ദൈവത്തിന്റെ നിയമം സ്വീകരിക്കുമ്പോൾ മോശെ 40 ദിവസം ഉപവസിച്ചെങ്കിൽ ദൈവരാജ്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യേശുവും 40 ദിവസം ഉപവസിക്കുകയുണ്ടായി. ഇതിനാലാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം എന്നിൽ നിവൃത്തിയാകുന്നു എന്ന്. മോശെ നിയമം സ്വീകരിച്ചു, യേശു നിയമം പൂർത്തീകരിച്ചു.
മറ്റൊരു സംഭവത്തിലേക്ക് പോവാം. പഴയ നിയമത്തിൽ ഹോരേബ് പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ ഏലിയ പ്രവാചകൻ 40 ദിവസം ഉപവസിച്ചതായി നാം വായിക്കുന്നു. 1 രാജാക്കന്മാർ 19:8. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഏലിയാവിനെ പോലെ യേശുവും 40 ദിവസം ഉപവസിച്ചു. യേശു മരുഭൂമിയിൽ പരീക്ഷണത്തിൽ പ്രവേശിക്കുകയും 40 ദിവസം ഉപവസിച്ച് പ്രലോഭനത്തെ മറികടക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ 40 ദിവസം എന്നത് പരിശോധനയെയും പരീക്ഷണങ്ങളെയും തയ്യാറെടുപ്പിനെയും പ്രതിനിധീകരിക്കുന്നു. ഇനി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെ യേശുവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഭാഗം കൂടി നോക്കാം. യെശയ്യാ 49:3. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്നു അരുളിച്ചെയ്തു. ഇനി പുതിയ നിയമം എന്തു പറയുന്നുവെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3:26 വായിക്കാം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെ ദാസനെന്ന് അഭിസംബോധന ചെയ്ത പോലെ പുതിയ നിയമത്തിൽ യേശുവിനെ തൻ്റെ ദാസനെന്ന് അഭിസംബോധന ചെയ്യുന്നു. മറ്റൊരു ഭാഗം കൂടി നോക്കാം. യെശയ്യാ 49:3. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്നു അരുളിച്ചെയ്തു. ഇനി പുതിയ നിയമത്തിലേക്ക് പോകാം. 1 പത്രോസ് 4:11 കൂടി വായിക്കാം. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ദൈവം തൻ്റെ ദാസനെന്നും ആ ദാസനിൽ താൻ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളിച്ചെയ്തതുപോലെ പുതിയ നിയമത്തിൽ ഈ പദവിയും ബഹുമാനവും നൽകപ്പെട്ടത് യേശുവിനായിരുന്നു. അവസാനമായി മറ്റൊരു ഭാഗം കൂടി വായിച്ചിട്ട് ഈ എപ്പിസോഡ് നിർത്താം. പഴയ നിയമത്തിൽ തന്നെ യെശയ്യാ 49:6. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഇതേ വാക്യം യേശുവിൽ നിറവേറിയതായി ശിമിയോൻ പ്രഖ്യാപിക്കുന്നത് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:30. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇത് യേശുവിന്റെ വാക്കുകളിൽ കൂടി കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ലോകത്തിന്റെ രക്ഷയും പ്രകാശവും യേശുവെന്ന മിശിഹായാകുന്നു. അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹം യേശുവിലൂടെ സകല ജാതികളിലേക്കും എത്തുന്നു. ഇസ്രായേൽ യാഗബലികളോടുകൂടി പഴയ നിയമ ഉടമ്പടിയുടെ കീഴിൽ ജീവിച്ചെങ്കിൽ യേശു യഥാർത്ഥ പെസഹ കുഞ്ഞാടായി മാറി. ബലിസമ്പ്രദായം എന്നേക്കുമായി നിർത്തിക്കൊണ്ട് തന്റെ രക്തത്താൽ പുതിയ നിയമ ഉടമ്പടി സ്ഥാപിക്കുന്നു. ലൂക്കോസ് 22:20 വായിക്കാം. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇസ്രായേലിന് ചെയ്യാൻ കഴിയാത്തത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു. ദൈവം ഇസ്രായേലിനെ വിടുവിച്ച് മരുഭൂമിയിലേക്ക് നയിച്ചതുപോലെ യേശുവിനെയും മരുഭൂമിയിലേക്ക് നടത്തി. ഇസ്രായേല്യർ പരാതിപ്പെട്ടു, പിറുപിറുത്തു. എന്നാൽ യേശു പിതാവിൽ വിശ്വസിച്ചു. ഒരേ യാത്ര, ഫലമോ വ്യത്യസ്തമായിരുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ യഥാർത്ഥദാസനായ മിശിഹ തന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം എന്നിൽ നിവൃത്തിയാകുന്നുവെന്ന്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ഇസ്രായേൽ ആവർത്തിച്ച് നിയമം ലംഘിച്ചുവെങ്കിൽ യേശു നിയമം പരിപൂർണമായി പാലിച്ചു, നിവർത്തീകരിച്ചു. ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദാനങ്ങൾ വിസ്മരിക്കപ്പെടുകയോ മാറ്റി സ്ഥാപിക്കപ്പെടുകയോ ചെയ്തില്ല. അവ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു.